നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ബെഞ്ചാര ഈറ്റൽ ക്ലബ്. നമ്മൾ ഇന്ന് വില്ലേജ് ഫുഡിന്റെ ഭാഗമായിട്ട് രുചിയുടെ വൈവിധ്യങ്ങൾ തേടി ബാംഗ്ലൂർ മടിവാള BTM ലേഔട്ടിലാണുള്ളത്. നമ്മൾ BTM ലേക്കിലാണ്. നമ്മൾ ഇന്ന് വില്ലേജ് ഫുഡിന്റെ ഭാഗമായിട്ട് കുറച്ച് സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള പാചക വൈവിധ്യങ്ങളെ കുറിച്ച് കണ്ടുപിടിക്കാം. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ബസ് കയറുന്ന നമ്മൾ മലയാളികൾക്ക് മറ്റേത് സ്ഥലം അറിയില്ലെങ്കിലും മടിവാള എന്തായാലും അറിയുന്നുണ്ടാവും. അവരുടെയൊക്കെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ ലാംഗ്വേജ് അറിയില്ലല്ലോ, റൂംസ് എങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ളത്. ബട്ട് ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. 70% ഓഫ് മടിവാള അവിടുത്തെ കടകളാണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും ഓൺ ചെയ്തിരിക്കുന്നത് നമ്മൾ മലയാളികളാണ്. മടിവാള റഷ് കാണണമെങ്കിൽ മടിവാള സെന്ററിലേക്ക് വരണം. മടിവാളയുടെ ഹൃദയഭാഗമായ നമ്മുടെ മാരുതി നഗർ. അപ്പൊ നമ്മള് ജെബിന്റെ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ജെബിൻ എന്ത് നമുക്ക് എന്താ ഉണ്ടാക്കി തരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ജെബിനെ വിളിക്കാം. സന്തോഷമായിട്ട് പോകുന്നു. അപ്പൊ ഇന്ന് വർക്കില്ലായിരുന്നു? ഇല്ല. എവിടെയായിരുന്നു? എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ അസഞ്ചറിൽ വർക്ക് ചെയ്തു. ജെബിൻ എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഡിഗ്രിക്ക് പഠിച്ചത്. ഒരുമിച്ച് ഡിഗ്രിക്ക് പഠിച്ചതാണ്. അപ്പൊ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടുതൽ ഏറ്റവും അടിപൊളി ഷെഫ് എന്ന് പറയുന്നത് ജെബിനായിരുന്നു. ഞങ്ങളുടെ റൂമിൽ ആകെ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുന്നത് ജെബിനാണ്. നമുക്ക് നാട്ടിലെ ഫുഡ് മിസ് ചെയ്യുമ്പോൾ ജെബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിൽ ഉണ്ടാക്കി തരും. അപ്പൊ ഇന്ന് ജെബിൻ നമുക്ക് എന്താ ഉണ്ടാക്കി തരുന്നത്? ഇന്ന് നമ്മള് ബീഫ് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം, പേരിപ്പോ പറയാറായിട്ടില്ല, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പേര് തീരുമാനിച്ച് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മള് ബീഫ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ആദ്യം തന്നെ ഗരം മസാല, ലേശം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി. കാശ്മീരിയാണോ? കാശ്മീർ. ഇളക്കി സെറ്റ് ആക്കി കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മള് തക്കാളി അരിയുന്നു, മസാല സെറ്റ് ചെയ്തു. മസാല സെറ്റ് ചെയ്യാൻ അതിന് തക്കാളി മാക്സിമം ചെറുതാക്കുക. കാരണം ബീഫിൽ ആരും തക്കാളി ഉപയോഗിക്കാറില്ല. നമ്മള് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു തക്കാളി ഇടാം. ഇത് നീ കുക്കിംഗ് പഠിച്ചത് ബാംഗ്ലൂർ വന്നിട്ടാണോ അതോ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യായിരുന്നോ? വീട്ടില് അമ്മയുടെ കൂടെ, അമ്മ കുക്ക് ചെയ്യുമ്പോ അമ്മയുടെ കൂടെ പോയി ഇരിക്കുമായിരുന്നു. അങ്ങനെ കുക്കിംഗ് അറിയാം. അപ്പൊ അമ്മയാണ് കുക്കിംഗ് പഠിപ്പിച്ചേ? അതെ. നമ്മള് ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് എടുത്ത ബീഫാണ്. അപ്പൊ ബീഫിലുള്ള വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസിലേക്ക് ചട്ടി വെക്കാം. ഇത് ഗ്യാസ് എന്ന് പറഞ്ഞോ അടുപ്പെന്ന് പറയണോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക്. ഗ്യാസ് അടുപ്പ്. ഓക്കെ. അപ്പൊ ഇനി എന്താണ് ചെയ്യുന്നത് നമ്മുടെ പരിപാടി? ചട്ടി ചൂടായതിനു ശേഷം ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയുടെ പച്ചമണം അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക്, നമ്മുടെ ജിഞ്ചർ ഗാർലിക്, അതിനുശേഷം സവാള, തക്കാളി ഇട്ട് നല്ലോണം വരട്ടുക. പ്രൊഫഷണൽ ആയിട്ട് നീ ഹോട്ടൽ മാനേജ്മെന്റിന്റെ കോഴ്സ് എടുത്തായിരുന്നോ? ഒരിക്കലില്ല. നമ്മൾ ഈ സവാള വരട്ടുമ്പം മാക്സിമം സവാളയെ ഇടിച്ച് ഇതിന്റെ നീര് എണ്ണയിലോട്ട് ഇറക്കാൻ ശ്രമിക്കണം. അപ്പം സവാളയുടെ ഒരു കറക്റ്റ് രുചി നമുക്ക് കറിയിൽ കിട്ടും. ഇതങ്ങനെ ആർക്കും ഇതിലായിട്ട് അറിയില്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. നമ്മുടെ സവാള ഏകദേശം ബ്രൗണിഷ് കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി മസാല ഇടാൻ പോവാ. മെയിൻ സംഭവം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഏകദേശം പണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് മസാലകൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ബാംഗ്ലൂര് ബീഫ് നിഷിദ്ധമായിട്ട് കൂടെ അതും സീനില്ല, നമ്മ ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് റിസ്ക് ആയിട്ടുള്ളതുകൊണ്ടാണ് ജെബിൻ ഇത് ഉണ്ടാക്കുന്നത്. അതായിട്ട് നമുക്ക് മീറ്റ് മസാല തന്നെ ഇടാം. ഏകദേശം എന്തോരം ഇട്ടു നീ? ഒരു 3 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ. മുളക് പൊടി കാശ്മീരി ആയിട്ട് നമുക്ക് 1 സ്പൂൺ മതി. ഗരം മസാല 1 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് കൂട്ടി യോജിപ്പിക്കാം.
ഗൈസ് നമ്മുടെ മസാല ശരിക്കും പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കപ്പോ ഇത് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അടച്ചു വെച്ചിട്ടോ. സവോളനെ തക്കാളിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. ഓക്കെ, അടച്ചു വെക്കാം. ബൈ ഗൈസ്. അപ്പൊ നമ്മുടെ മസാല മൂത്ത് വന്നിരിക്കുകയാണ്. നമ്മള് ബീഫിന്റെ ആ സ്റ്റോക്ക് വാട്ടർ ഒന്നും കളഞ്ഞിട്ടില്ല. സ്റ്റോക്ക് വാട്ടർ അടക്കമാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. നല്ലോണം കൂട്ടി ഒഴിപ്പിക്കാം. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. ബീഫിന് നല്ല സ്മെല്ലാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ നമുക്കിനി ഇത് കുറച്ച് നേരത്തേക്ക് അടച്ചു വെച്ച് കഴിക്കാം. ഓക്കെ, എത്ര നേരം കഴിക്കണം? ഒരു 10 മിനിറ്റ്. നമ്മളെ തിളച്ചടക്കണം ബീഫിലോട്ട് നമുക്ക് ലേശം കരിയാപ്പില ഇടും. അതിലേക്ക് ലേശം കളറ് വെള്ളം നമ്മൾ ചേർക്കുകയാണ്. ലേശം കളറ് വെള്ളം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒഴിക്കുകയാണ്. ഗൈസ് വേറെ ഒന്നുമല്ല ഗൈസ്, വെറും ഒരു കളർ വാട്ടർ ആണ് കേട്ടത് ഗൈസ്. തെറ്റിയിരിക്കരുത്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തി ബീഫ് റോസും റെഡി ആയിട്ടുണ്ട്. യെസ് ഗൈസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജെബിന്റെ ഫുഡ് കഴിക്കുന്നതാണ്. ഞങ്ങള് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ തന്നെയായിരുന്നു എനിക്ക് മെയിൻ ഫുഡ് ഉണ്ടാക്കി തന്നോണ്ടിരുന്നത്. പക്ഷെ സ്വത്ത് ആദ്യമായിട്ടാണ് ഇവന്റെ ഫുഡ് കഴിക്കുന്നത്. സ്വത്ത് വേറെ റൂമിലായിരുന്നു. എങ്ങനെയുണ്ട് ജെബിന്റെ ഫുഡ്? ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന പറയാല്ല, ഫുഡ് സൂപ്പറാണ് പറയാം. ബീഫൊക്കെ ആണെങ്കിൽ കറക്റ്റ് വേവാണ്, മസാല ആണെങ്കിലും ഉപ്പാണെങ്കിലും എല്ലാം കറക്റ്റ് ആണ്. ആ ബീഫ് കറക്റ്റ് വെന്തിട്ടുണ്ട് അല്ലേ? സംഭവം അടിപൊളിയാണ്. നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വന്നു കഴിഞ്ഞിട്ട് നാട്ടിൽ കഴിക്കുന്ന ബീഫ് റോസ്റ്റ് എന്താണോ അത് തന്നെയാണ് നമ്മുടെ ജെബിൽ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നത്. ഇത് നാടിനെ അപേക്ഷിച്ച് പിന്നെ വ്യത്യസ്തമായ ടേസ്റ്റ് ഒന്നുമല്ല, നാടിന്റെ അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ എന്തോ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സാധാരണ നമ്മള് ബാച്ചിലേഴ്സിന്റെ റൂമില് എന്തെങ്കിലും കുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അടുത്തുള്ള സാധനം എന്താണോ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഉടായിപ്പോയിട്ട് കുക്ക് ചെയ്യും. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല. കുക്കിങ്ങിനോട് പാഷനേറ്റ് ആയിട്ടുള്ള എന്നാൽ അധികം ആരാലും അറിയപ്പെടാതെ പോകുന്ന ആളുകളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. അതാണ് ബെഞ്ചാര ഈറ്റ് ക്ലബ് ചെയ്യുന്നത്. നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ സീക്രട്ട് റെസിപ്പീസ് മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പുതിയൊരു സ്ഥലത്ത് കാണുന്നതുവരെ സൈനിങ് ഔട്ട്.